ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു മിനി വ്ളോഗാണേ. വൈകുന്നേരം തൊട്ട് രാത്രി വരെയുള്ള ഞങ്ങളുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത്. ഇപ്പോൾ പൊന്നൂസ് ഉറങ്ങി എഴുന്നേറ്റ് ചേച്ചിനെ വിളിക്കാൻ പോകാൻ ടൈമായി. ഇപ്പോൾ വണ്ടി വരും. അപ്പോൾ ചേച്ചിനെ വിളിക്കാനായിട്ട് ഞങ്ങൾ പൊക്കത്തേക്ക് പോവാണ്. എല്ലാവരും ചായയൊക്കെ കുടിച്ചോ? ഞാൻ ചായ കുടിച്ചിട്ടാണ് ഇറങ്ങിയത്. പൊന്നൂസ് ഉറങ്ങുന്ന ടൈമിൽ ഞാൻ ചായ വെച്ച് കുടിച്ചായിരുന്നു. ഞങ്ങൾ ഇവിടെയാണ് സ്ഥിരം വന്ന് ഇരിക്കാറുള്ളത്. കുരിശുപള്ളി ഞങ്ങളുടെ വീടിൻ്റെ പൊക്കത്ത് തന്നെയാണ്. അപ്പോൾ ഇവിടെ ആകുമ്പോൾ കുഴപ്പമില്ലല്ലോ, വെയിലൊന്നും കൊള്ളൂല. ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, വീടിനടുത്ത് അതായത് ഇവിടെ ഈ കുരിശുപള്ളിയുടെ തൊട്ടടുത്ത് തന്നെയാണ് മില്ല്, പൊടിപ്പിക്കണ മില്ലൊക്കെ. അപ്പോൾ ഇതാ അവർ മഞ്ഞൾ ഉണക്കാനിട്ടേക്കാണ്. നല്ല അടിപൊളി നാടൻ മഞ്ഞൾ. അപ്പോൾ നല്ല സ്മെല്ലാണ്. എൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ നിൽക്കുമ്പോൾ നല്ല സ്മെല്ലാണ് കേട്ടോ. അങ്ങനെ കുറച്ച് കാഴ്ചകൾ കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ചേച്ചിയുടെ വണ്ടി വന്നു. അങ്ങനെ ചേച്ചിയും പൊന്നൂസും ഞാനും കൂടി വീട്ടിലേക്ക് പോവുകയാണ്. ഇറക്കത്തിലിറങ്ങിയപ്പോഴത്തേക്കും തൊട്ടപ്പുറത്തെ വീട്ടിലെ ആട്ടിൻകുട്ടികളായിട്ട് അവരെന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതാ പിന്നെ ആട്ടിൻകുട്ടികളോട് രണ്ട് വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ഇതാ ഒരു കൊക്കിനെ കണ്ടു. കൊക്കുന്നതന്നെയല്ലേ ഇതിനെ പറയണല്ലേ. വൈറ്റ് കളർ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ വീടെത്തിയപ്പോഴത്തേക്കും ഇന്ന് നൂഡിൽസാണ് ഉണ്ടാക്കി കൊടുക്കണത്. കുറേ നാളായി അവർ പറയണത്. ഞാൻ അങ്ങനെ എപ്പോഴെപ്പോഴൊന്നും ഉണ്ടാക്കി കൊടുക്കാറില്ല. അപ്പോൾ ഇന്ന് നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അവർ ഹാപ്പി ആവട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് നൂഡിൽസാണ് വൈകുന്നേരം കഴിക്കാൻ കൊടുക്കണത്. വല്ലപ്പോഴൊക്കെ കഴിക്കണത് നല്ലതാണ്, അല്ലാണ്ട് എപ്പോഴെപ്പോഴും കഴിക്കണത് അത്ര നല്ലതൊന്നും അല്ല, അറിയാം. എങ്കിലും വല്ലപ്പോഴും ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ അവർക്കും ബോറടിക്കില്ലേ. എപ്പോഴും ഈ വീട്ടിലെ ഭക്ഷണം തന്നെയല്ലേ കഴിക്കണേ. അപ്പോൾ ഇങ്ങനെയൊക്കെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുമ്പോഴത്തേക്കും അവർക്ക് ഒരു ഹാപ്പി, അത്രേ ഉള്ളൂ. അങ്ങനെ അവർക്ക് ഫുഡ് കൊടുത്തിട്ട് ഞാൻ കാന്താരി പറിക്കാനായിട്ട് ഇറങ്ങിയേക്കാണ്. എൻ്റെ ഈ കാന്താരി ചെടി പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറിക്കാനൊക്കെ വരുന്നതാണ്. അപ്പോൾ എനിക്കിത് ഇപ്പോൾ കിട്ടിയേക്കണത് ഇത്രയുമാണ്. ഇപ്പോൾ ഒരു ചമ്മന്തി അരക്കാൻ പോവാണ് രാത്രിത്തേക്ക്. അങ്ങനെ കാന്താരി പറിച്ചു, തുണിയൊക്കെ കൊണ്ടുവന്ന് അകത്തിട്ടു. പിന്നെ ഇവരെ കുളിപ്പിച്ചു. ഞാൻ കുളിച്ചിട്ടില്ല. ഇനി കുറച്ച് നേരത്തേക്ക് ചേച്ചിയും പൊന്നൂസും കൂടി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടൊക്കെ ഇരുന്നോളും. ഞാൻ അപ്പോൾ എൻ്റെ പണിയിലോട്ടൊക്കെ അങ്ങോട്ട് കടന്നു. രാത്രിത്തേക്കുള്ള ഓരോ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ കുടിക്കാനായിട്ട് അവർക്ക് മഞ്ഞൾ വെള്ളം ഉണ്ടാ. ഇത് നാടൻ മഞ്ഞൾ. ഇതിലൊരു കുഞ്ഞ് 2 കഷ്ണം ഇട്ടെടുക്കണതാണ്. പൊടി കഷ്ണമാണ് കേട്ടോ. ഓവറായിട്ടൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ കുട്ടിക്കാണെങ്കിൽ കഫക്കെട്ടൊക്കെ ഉണ്ട്. അപ്പോൾ കുറുകലും കഫക്കെട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല നാടൻ മഞ്ഞളാണ്. അപ്പോൾ മഞ്ഞളിട്ട് വെള്ളം നല്ലതല്ലേ, പ്രതിരോധശേഷിക്കും എല്ലാത്തിനും നല്ലതാണ്. വലിയവരും കുടിക്കണമൊക്കെ നല്ലത് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ മഞ്ഞൾ വെള്ളമാണ് ഇപ്പോൾ കുട്ടി കൊടുക്കണത്. പൊന്നൂസിന് അത് തന്നെയാണ്. ഇതിപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് കറുവപ്പട്ട ഇട്ട വെള്ളം. ഇത് ഞാൻ കുറച്ച് ദിവസം മുന്നേ ഉപ്പിലിട്ട് വെച്ച നെല്ലിക്കയാണ്. അപ്പോൾ ഓൾറെഡി ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് എങ്ങനെയാണ് ഉപ്പിലിടുന്നതെന്നുള്ളത്. അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. പിന്നെ ഇത് ചമ്മന്തി അരക്കാൻ പോവാണ്. നെല്ലിക്കയും പച്ചമാങ്ങയൊക്കെ ഇട്ട് തേങ്ങയൊക്കെ ഇട്ടിട്ട് കാന്താരിയൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി ചമ്മന്തി ഉണ്ടാക്കാൻ പോവാണ്. ഇതിപ്പോൾ അടുക്കളയിലേക്ക് വന്നത് ചേച്ചി പറഞ്ഞിട്ട് വന്നേക്കാണ് കേട്ടോ ഈ കുഞ്ഞിപ്പെണ്ണ്. വേറെ ഒന്നിനും അല്ല, ഞാൻ ഇവിടെ മാങ്ങ മുറിക്കാനൊക്കെ പോവായിരുന്നു. അപ്പോൾ 2 കഷ്ണം മാങ്ങ ഞങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് വന്നേക്കാണ്. അങ്ങനെ ഞാൻ മാങ്ങ മുറിച്ചപ്പോൾ മാങ്ങ കൊടുത്തായിരുന്നു. വീണ്ടും വന്ന് അവർ മാങ്ങ മേടിച്ചിട്ടൊക്കെ പോയി. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഞാൻ നെല്ലിക്ക ഉപ്പിലിട്ടതും പച്ചമാങ്ങയും കാന്താരിയൊക്കെ ഇട്ടിട്ട് ചമ്മന്തി ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. ഇപ്പോൾ അരമുറി തേങ്ങയായിട്ട് ചിരകി എടുത്തേക്കണത്. എന്താ 2 നെല്ലിക്ക എടുത്തിട്ടുണ്ട്. ഉപ്പിലിട്ട നെല്ലിക്കയാണ്. ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. കയ്യിൽ ഒതുങ്ങുന്ന കുറച്ച് കാന്താരി മുളക് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പച്ചമാങ്ങ 2 കുഞ്ഞ് പച്ചമാങ്ങയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതിലോട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന്. ഇത് നമുക്ക് എന്ത് ചെയ്യുക, ഒട്ടും വെള്ളം ചേർക്കാണ്ട് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം. എന്താ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ച പോലെയൊക്കെ ഒന്ന് എടുക്കാം. ഓവറായിട്ട് നരഞ്ഞു പോയിട്ടില്ല കേട്ടാ. ഇനിയിപ്പോൾ വീഡിയോയിൽ എങ്ങനെ കാണുന്നതെന്നൊന്നും അറിയില്ല. ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഒന്ന് ചതച്ച പോലെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്, കാരണം ഉപ്പ് കുറവായിരുന്നു. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ടേസ്റ്റ് അറിയാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഇത് മെയിനായിട്ട് ഉണ്ടാക്കണ യുവക്കുട്ടിക്കാണ് കേട്ടോ. യുവക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതും. ചൂട് ചോറും ഉണ്ടെങ്കിൽ യുവക്കുട്ടി ഹാപ്പിയാണ്. വേറെ കറികളൊന്നും വേണ്ട. ഞാൻ ആ ചമ്മന്തി അവർക്ക് ടേസ്റ്റ് ചെയ്യാൻ കുറച്ച് കൊടുത്തിട്ട് 2 പേർക്കും കൊടുത്തായിരുന്നു. പൊന്നൂസിന് ഇഷ്ടപ്പെട്ടു, യുവക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ആ ഉണ്ട പോലെ ഇങ്ങനെ ആക്കിയിട്ട് ഒരു ചോറ്റുപാത്രത്തിലാക്കി വെച്ചേക്കുകയാണ്. ആവശ്യത്തിന് മാത്രം സ്പൂൺ കൊണ്ട് എടുക്കുക. എന്നിട്ട് ബാക്കിയുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നല്ല അടച്ചുറപ്പായിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. അങ്ങനെ ചമ്മന്തിയൊക്കെ റെഡിയാക്കി ഞാൻ മാറ്റി വെച്ചു. പിന്നെ ഇപ്പോൾ ചോറ് രാത്രിത്തേക്ക് കുറവായിരുന്നു. കുറച്ച് ചോറ് ഇരിപ്പുണ്ട്, രാവിലത്തെ ചോറ് എനിക്കിരിപ്പുണ്ട്. അപ്പോൾ കുറച്ചും കൂടി അരിയിട്ടിട്ട് ഞാൻ അപ്പക്കും മക്കൾക്കും കൂടി വെച്ചേക്കുകയാണ്.
പിന്നെ വൈകുന്നേരത്തെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. ജഗ്ഗ്, പിള്ളേരുടെ കുപ്പി ഒക്കെ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം അങ്ങോട്ട് കഴുകി പാത്രമൊക്കെ കഴുകി സെറ്റാക്കി വെച്ചു. പിന്നെ രാത്രിത്തേക്ക് മുട്ടയും കൂടി ഒന്ന് വറുത്തേക്കാമെന്ന് വിചാരിച്ചു. ചുമ്മാ ഭംഗിക്ക് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അത് അരിയാൻ വേണ്ടി നിന്നപ്പോഴത്തേക്കും ആദർശ് പണി കഴിഞ്ഞ് വന്നു. പിന്നെ പുള്ളിക്ക് ചായ വെച്ചു, കട്ടൻ ചായ. പിന്നെ നൂഡിൽസ് ഇരിപ്പുണ്ട്. അങ്ങനെ ആദർശിന് ചായ കൊടുത്തു. അപ്പോഴത്തേക്കും എനിക്കും കൂടി ഒരു പാൽ ചായ വെച്ചു. അപ്പയും മക്കളൊക്കെ കൂടി നൂഡിൽസ് കഴിക്കുകയാണ്. ഞാൻ ഇവിടെ ഇരുന്ന് ചായയും കുടിക്കുകയാണ്. പിന്നെ അവരൊക്കെ ചായ കുടിച്ചിട്ട് ഞങ്ങൾക്കൊരു സ്കൂട്ടറുണ്ട്. ആ സ്കൂട്ടർ കഴുകാനായിട്ട് പോയേക്കാണ്. അത് എടുക്കാറില്ല അങ്ങനെ എപ്പോഴും. അപ്പോൾ അത് പൊടി പിടിച്ചൊക്കെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അത് കഴുകാനായിട്ട് പുറത്താണ് അവർ. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ റൂമൊക്കെ ഒന്ന് നീറ്റാക്കി തുണിയൊക്കെ മടക്കാനുള്ള മടക്കി വെച്ചു. ഞാൻ ഇതുവരെ കുളിച്ചിട്ടില്ല, കുളിക്കണം. പിന്നെ അല്ലറ ചില്ലറ പണിയൊക്കെ ഉണ്ടായിരുന്നത് തീർത്തു. ഇതാ ഞാൻ രാത്രി മുട്ട വറുക്കാനുള്ളത് ഇതുപോലെ അരിഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചോറും കോരി വെച്ചു. ഇപ്പുറത്തെ ഉള്ളത് ഫ്രഷ് ചോറ്, മറ്റത് കുറച്ച് ചോറുള്ളത് രാവിലത്തെ ബാക്കിയുള്ള ചോറ് ഞാൻ തിളപ്പിച്ചൂറ്റിയതാണ്. അതെനിക്ക് കഴിക്കാനായിട്ടാണ്. ഒന്നിച്ച് എല്ലാം കൂടി മിക്സ് ചെയ്തിരുന്നേക്കാൾ നല്ലത് സെപ്പറേറ്റ് അല്ലേ. അപ്പക്കും മക്കൾക്കും ഫ്രഷ് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഞാനത് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇവക്കുട്ടി അപ്പനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പോയതായിരുന്നു. അപ്പോൾ ഞാൻ പാതിക്ക് വെച്ച് ഇങ്ങനെ വിളിച്ചുകൊണ്ട് കൊണ്ടുവന്നു. കാരണം പഠിക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞ് അവൾ പഠിക്കാനിരുത്തിയിട്ട് ഞാൻ കുളിക്കാൻ പോയി. കുളിച്ച് വന്നപ്പോഴത്തേക്കും ഞങ്ങൾ സ്ട്രോബെറി കഴിച്ചു. പിന്നെ കുറച്ച് മുന്തിരിയും കൂടി കഴിച്ചു. ചോറ് കഴിച്ചിട്ടില്ല കേട്ടോ ഇതുവരെ. ചോറ് കഴിക്കണം, കുറച്ചേരം കഴിയട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയാണ്. മുട്ട ചൂടോടെ വറുക്കണം. പിന്നെ നമ്മുടെ ചമ്മന്തി ഉണ്ടല്ലോ. അങ്ങനെ ചോറ് കഴിക്കാൻ സമയമായി. അപ്പോൾ ഓരോരുത്തർക്കായിട്ട് വിശക്കാൻ തുടങ്ങി. അപ്പോൾ അതാ ചട്ടി വെച്ചു. വെളിച്ചെണ്ണ ചൂടായപ്പോഴത്തേക്കും മുട്ട കലക്കി വെച്ചത് ഇങ്ങനെ കോരിക്കോരി ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മുട്ട വറുത്ത് ചോറ് കഴിക്കാൻ പോവാണ്. നിങ്ങൾക്ക് എന്തൊക്കെയാണ് സ്പെഷ്യൽ രാത്രി? ഞങ്ങളുടെ സ്പെഷ്യൽ കാണണ്ടേ? കുത്തരിച്ചോറ്, മുട്ട വറുത്തത്, പിന്നെ നമ്മുടെ നെല്ലിക്കയും മാങ്ങയും കൂടി ഇട്ട ചമ്മന്തി. ഇത്രയുമാണ് രാത്രിയിലെ സ്പെഷ്യൽ. വേറെ ഒരു കറിയും വേണ്ട. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഫുഡ് കഴിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പോയി ഫുഡ് കഴിക്കുക, എന്നിട്ട് കിടന്നുറങ്ങുക. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് ഞാനും കിടന്നുറങ്ങാൻ പോവാണ്. അപ്പം അത്രയേ ഉള്ളൂ. കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കണോ? ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ, ഗുഡ് നൈറ്റ്, ബൈ.